ഹലോ ഗൈസ്, മഹാലക്ഷ്മി പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് ആകുമോ സംഭവിക്കാൻ പോകുന്നത്? നമ്മളെല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു കാണും നമ്മുടെ പ്രതാപൻ മാർക്കോയ്ക്ക് വന്ന് കൊട്ടേഷൻ കൊടുക്കുന്നതല്ലേ. അപ്പൊ മാർക്കോന്റെ ഒരു കൂട്ടുകാരൻ വഴിയാണ് ഈ ഒരു കൊട്ടേഷൻ വരുന്നത്. അപ്പൊ ആ കൂട്ടുകാരൻ നമ്മുടെ മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും ഫോട്ടോ കാണിക്കുമ്പോഴാണ് നമ്മുടെ മാർക്കോ ഈ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തോളാം എന്നും പറഞ്ഞിട്ട് ഏറ്റെടുക്കുന്നതും ഇതാരാണ് ഏൽപ്പിച്ചതെന്ന് എനിക്ക് കാണണമെന്നും പറഞ്ഞ് നമ്മുടെ പ്രതാപനെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇനിയാണ് കളി മാറാൻ പോകുന്നത് അല്ലേ. നമ്മുടെ മാർക്കോ ഒരിക്കലും നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയും ഉപദ്രവിക്കില്ലായിരിക്കും അല്ലെ. മറിച്ച് അവരെ ഉപദ്രവിക്കാൻ വരുന്നവരിൽ നിന്നും രക്ഷിക്കാൻ തന്നെയായിരിക്കും നമ്മുടെ മാർക്കോന്റെ തീരുമാനം. എന്നിട്ട് അവർക്ക് ഈ പണി തന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ചവർക്ക് ഒരു തിരിച്ചടി എന്തായാലും നമ്മുടെ മാർക്കോ കൊടുത്തിരിക്കും അല്ലെ. ആ തിരിച്ചടി മിക്കവാറും നമ്മുടെ കരുണയ്ക്ക് അല്ലെങ്കിൽ ഉണ്ണിക്ക് അല്ലെങ്കിൽ മേഘനാഥനിട്ടായിരിക്കും നമ്മുടെ മാർക്കോ തിരിച്ചടിക്കാൻ പോകുന്നത് അല്ലേ കൂട്ടുകാരെ. നമ്മുടെ കരുണയും മാർക്കോയും തമ്മിൽ നേർക്കുനേർ ഒരു തിരിച്ചടികൾ വന്നാൽ അടിപൊളിയായിരിക്കും അല്ലെ. കരുണയുടെ അഹങ്കാരം ഒന്ന് താഴത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി നമ്മുടെ ഉണ്ണിയെ രണ്ട് പൊട്ടിച്ചാലും കുഴപ്പമില്ല അല്ലെ കൂട്ടുകാരെ. എന്തായാലും അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചാൽ നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഒത്തിരി സന്തോഷം തന്നെ ആയിരിക്കും അല്ലെ. പിന്നെ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനെയും തൊടാൻ ആരും ധൈര്യപ്പെടില്ല അല്ലെ. ഇത്രയും വഴികൾ മുടങ്ങി മുടങ്ങി വരുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവും ദൈവത്തിന്റെ ഒരു ചൈതന്യം, ആ ഒരു അനുഗ്രഹം അവരുടെ ദേഹത്തുണ്ട്. അതുകൊണ്ട് അവരെ ഇനി തൊടാൻ പോയിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പകരം തിരിച്ചടികൾ ഇങ്ങോട്ടേക്കായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് ആ ദുഷ്ടന്മാർക്ക് മനസ്സിലായി. ലാസ്റ്റ് അവർ കീഴടങ്ങുന്നതായിരിക്കും അല്ലെ കൂട്ടുകാരെ. എന്തായാലും അങ്ങനത്തെ ദൃശ്യങ്ങൾ തന്നെ ആവട്ടെ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.